നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ അവരുടെ കള്ളത്തരം മറനീക്കി പുറത്തു വരുന്ന ഒരു പ്രധാന സമയത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങളോട് വളരെ അടുപ്പം കാണിക്കുകയും എന്നാൽ ഉള്ളിൽ കള്ളത്തരം ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയുടെ രഹസ്യങ്ങൾ ഇനി അധിക നാൾ മറഞ്ഞിരിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ചില കാര്യങ്ങൾ നിങ്ങളുടെ പുറകിൽ നടക്കുന്നുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് പ്രപഞ്ചം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളേറെ വിശ്വസിച്ച ഒരാൾ നിങ്ങളിൽ നിന്നും മനഃപൂർവ്വം ചില സത്യങ്ങൾ മറച്ചു വയ്ക്കുകയാണ്. എന്നാൽ അത് അധിക കാലം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് പുറമേക്ക് കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥതയും വെറും മുഖംമൂടി മാത്രമാണ്. ആ മുഖംമൂടി അഴിഞ്ഞു വീണ് സത്യം വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നേരത്തെ തന്നെ തോന്നി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതായത് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ എന്തോ ഒരു പൊരുത്തക്കേട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ അത് വെറുതെയല്ല. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ആ വ്യക്തിയുടെ പ്രവൃത്തികളെ വളരെ ആഴത്തിൽ നിങ്ങൾ നിരീക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇതെന്ന്. വരും ദിവസങ്ങളിൽ ഈ വ്യക്തിയുടെ കള്ളത്തരങ്ങൾ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ കൂടി തീർച്ചയായിട്ടും പുറത്തു വരുന്നതാണ്. ഒരുപക്ഷെ അവർ തന്നെ അറിയാതെ വരുത്തുന്ന തെറ്റുകളിലൂടെയോ അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വഴിയോ അവരുടെ സത്യം നിങ്ങൾക്ക് മുന്നിൽ എത്തും എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ കള്ളത്തരം പുറത്തു വരുന്നത് നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ്. കാരണം കൂടെ നിന്ന് ചതിക്കുന്നവരെ തിരിച്ചറിയാതെ കൂടെ കൂട്ടിയാൽ അത് നിങ്ങളെ വലിയ ആപത്തിലേക്ക് നയിക്കും. അതിനാൽ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അത്തരം വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായും വിശ്വസിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത അത്തരം ബന്ധങ്ങളിൽ നിന്നും അകലം പാലിക്കുക. മോശം വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അതേപോലെ തന്നെ ഇവിടെ ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പ്രതിസന്ധികളിൽ തളരാതെ നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഒരു അത്ഭുതമെന്നോണം ആ ശക്തി നിങ്ങൾക്ക് മുന്നിൽ പല വഴിയും തുറന്ന് നൽകാറുണ്ട്, നിങ്ങളെ മുന്നോട്ട് നയിക്കാറുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളിലെ ദൈവാനുഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമാവുന്നതാണ്. അതായത് എത്ര മനസ്സുറപ്പുള്ള വ്യക്തികൾ പോലും തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ വലിയ അപകടങ്ങളിൽ നിന്നോ മാനസിക വിഷമങ്ങളിൽ നിന്നോ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും നിങ്ങളെ സംരക്ഷിക്കുന്ന ആ ദൈവിക ശക്തിയുടെ ഇടപെടൽ കാരണമാണ് സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും നല്ല പ്രവർത്തികൾ കൊണ്ടുമാണ് ഈ ഒരു സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ഇപ്പോഴും നിങ്ങളിൽ ആ ഒരു ശക്തിയുടെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ട്. അതിനാൽ തന്നെ ആരെല്ലാം നിങ്ങളെ അപകടത്തിൽപ്പെടുത്താനായിട്ട് ശ്രമിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും അതെല്ലാം നീങ്ങിപ്പോയി നിങ്ങൾ കൂടുതൽ കരുത്തുള്ളവരായിട്ട് വിജയിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇനി മുന്നോട്ടും നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുക, ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. ഇതിലൂടെ
ദൈവാനുഗ്രഹം വീണ്ടും നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ ജീവിതത്തിൽ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു നല്ല വഴികാട്ടിയുടെയോ സഹായം നിങ്ങളെ തേടി എത്തുന്നതാണ്. വഞ്ചനയുടെയും കള്ളത്തരങ്ങളുടെയും നിഴലുകൾ മാറി സത്യസന്ധരായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു നല്ല വാർത്ത, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ശുഭവാർത്ത നിങ്ങളെ തേടി വരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതുപോലെ പുതിയ സാമ്പത്തിക അവസരങ്ങൾ വന്ന് ചേരുന്നുണ്ട്. ഒരുപക്ഷെ പലർക്കും ചെറിയൊരു ജോലി ലഭിക്കുന്നതാവാം. പലരും പുതിയൊരു ബിസിനസ്സിന് തുടക്കം കുറിക്കുന്നതാവാം. അല്ലെങ്കിൽ സാമ്പത്തികത്തിനുള്ള മറ്റെന്തെങ്കിലും അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതുമാവാം. ഇവിടെ വളരെ ചെറിയ അവസരങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു വിജയമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അതുപോലെ പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു താല്പര്യം നിങ്ങളിൽ വർദ്ധിക്കുന്ന സമയമാണിത്. ലക്ഷ്യബോധത്തോടെയും ക്ഷമയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഊർജം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഏത് കാര്യത്തിലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാനായിട്ട് മനസ്സുള്ള വ്യക്തികളാണെങ്കിൽ അവിടെ അനുകൂലമായിട്ടുള്ള ഫലവും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. കൂടാതെ പണം അനാവശ്യമായിട്ട് ചിലവഴിക്കാതെ ആവശ്യത്തിന് മാത്രം കൈകാര്യം ചെയ്യാനും സമ്പാദിക്കണം എന്ന തോന്നലും നിങ്ങളിൽ ഈ ഒരു സമയം വർദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ ഒരു വിശ്രമം ആവശ്യമാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയാതെ കഠിനമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെയോ നെഗറ്റീവ് ചിന്തകളിലൂടെയോ അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ പോരാട്ടങ്ങളിലൂടെയോ ഒക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ സമയം കൂടുതൽ ചിന്തിച്ച് കൂട്ടാനോ തീരുമാനങ്ങൾ എടുക്കാനോ ശ്രമിക്കാതെ എല്ലാത്തിൽ നിന്നും കുറച്ച് വിശ്രമമെടുത്ത് നിങ്ങളുടെ എനർജി വീണ്ടും തിരികെ പിടിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിൽ സമയം ചിലവഴിക്കാനോ പ്രാർത്ഥിക്കാനോ ധ്യാനത്തിനോ ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തുക. അങ്ങനെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി ശാന്തമാകുമ്പോൾ പ്രപഞ്ചം തന്നെ ശരിയായ വഴികളും ഉത്തരങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിച്ചു നൽകും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.